കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആദിപരാശക്തി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ കാവിലേക്കുള്ള ഭരണി കാഴ്ചകളിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭദ്രകാളി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിപരാശക്തിയെ ഭദ്രകാളി ഭാവത്തിലെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീചക്ര സമേതം ഇവിടെ അഷ്ടബന്ധങ്ങൾ ചെയ്ത് ഭദ്രകാളി ദേവിയെ ഇവിടെ കുടിയിരുത്തപ്പെടുകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ദർശനഭാഗം, അതായത് വടക്ക് ഭാഗത്തേക്കാണ് ഭഗവതി ദർശനം നൽകുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, വരിക്കപ്ലാവിൽ തീർത്ത വിഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാശ്മീർ താന്ത്രിക വിദ്യയായിട്ടുള്ള രുചിത്ത് താന്ത്രിക വിധിപ്രകാരമാണ് കൊടുങ്ങല്ലൂരിൽ ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂടാതെ സപ്തമാതാക്കളും പരമശിവനെയും ഗണപതിയും അടക്കം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മീനഭരണിയോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് കോഴിക്കല്ലുമൂടൽ. അതായത് മൃഗബലിക്ക് തുല്യമായി ഇന്ന് അവിടെ കല്ലിൽ പട്ടുകൾ ചാർത്തുന്ന ചടങ്ങാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോഴിക്കല്ല് മൂടുന്നതോടുകൂടിയാണ് നമുക്ക് കൊടുങ്ങല്ലൂരിലെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നതാണ്. കാവ് തീണ്ടലിൻ്റെ ഭാഗമായി നിരവധി കോമരങ്ങളാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ തിരുനടയിലെ നിറഞ്ഞാടുന്നത്. കാലദേശാന്തരങ്ങൾക്കപ്പുറം പല നാടുകളിൽ നിന്നും അമ്മയുടെ ഭക്തർ ഭരണി നാളിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. കയ്യിൽ വാളും ചിലമ്പും അരമണിയും കിലുക്കി ഓരോ കോമരങ്ങളും കാവിന് ചുറ്റും വലം വെച്ച് അവർ തിരുനെറ്റിയിൽ ആഞ്ഞുവെട്ടി ആ രക്തം ഭഗവതിക്ക് സമർപ്പിക്കുന്ന അത്യന്തം ഭീതിപൂർവമായ കാഴ്ചയാണ് നമുക്ക് കൊടുങ്ങല്ലൂരിൻ്റെ ആ തിരുമുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഭരണിക്ക് ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ ഭക്തനും ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി കുരുമുളക്, മഞ്ഞൾ, നാളികേരം, പൂവൻകുഴി എന്നിവയെല്ലാം തന്നെ ഇവരെ സമർപ്പിക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഈ ചെമ്പോലയ്ക്ക് മുകളിലേക്ക് ഓരോ ഭക്തനും ഭക്തിപൂർവ്വം അവ വലിച്ചിടുകയാണ് ചെയ്യുന്നത്. അതൊക്കെ മേലെ കാണുന്ന ഈ മട്ടുപ്പാവിലൂടെ ദേവിയുടെ മുന്നിലേക്ക് വീഴാൻ പാകത്തിലാണ് അവരതറിയുന്നത്. പലപ്പോഴും അത് ചെമ്പോലകളിൽ കുടുങ്ങി അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. അതും വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ക്ഷേത്രത്തെ വലം വെച്ച് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ക്ഷേത്രമാണ് വസൂരിമാല ക്ഷേത്രം. ദാരിക നിഗ്രഹത്തെ തുടർന്ന് ക്ഷീണിച്ചവശയായിരിക്കുന്ന ശ്രീഭദ്രകാളിയുടെ ദേഹത്തേക്ക് പരമശിവനിൽ നിന്നും നേടിയ വരമായ ശിവൻ്റെ വേർപ്പ് തുള്ളികൾ കുടഞ്ഞപ്പോൾ ഭദ്രകാളിക്ക് വസൂരി പിടിപെട്ടുവെന്നും ആ വസൂരി മാറ്റാൻ പരമശിവൻ്റെ കണ്ഠത്തിൽ നിന്നും ജനിച്ച ഖണ്ഡാകർണൻ ശ്രീഭദ്രകാളിയുടെ മുഖത്തെ വസൂരി കുരുക്കൾ നക്കിത്തുടച്ച് ആ വസൂരിയിൽ നിന്നും ശ്രീഭദ്രകാളിയെ രക്ഷിച്ചു എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. ഈ ഐതിഹ്യത്തിൻ്റെ ഓർമ്മയ്ക്കായി ശ്രീകുറുമ്പ ക്ഷേത്രത്തിലെ വസൂരിമാല ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വസൂരിൽ നിന്നും ശ്രീഭദ്രകാളിയെ രക്ഷിച്ചതിൻ്റെ സ്മരണയ്ക്കായി ഭക്തർ ഇവിടെ വന്ന് മഞ്ഞളും കുരുമുളകും അഭിഷേകം നടത്തുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് നമുക്ക് നിരവധി ആൽത്തറകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഓരോ തറവാട് വിഭാഗത്തിൻ്റെയും നിലപാട് തറകൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്ലാപ്പള്ളി തറവാട്. ഈ പ്ലാപ്പള്ളി തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കോമരങ്ങളെ വെട്ടിത്തെളിക്കൽ ചടങ്ങ് നടത്തുന്ന ഈ ഒരു തറവാട്ടുകാരാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അവരാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മേൽക്കോയ്മ അധികാരമുള്ള തറവാട് ആളുകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റ് നിരവധി തറവാടുകൾ അവരുടെ നിലപാട് തറകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് അവരുടെ ഈ ആൽത്തറകളിൽ കോമരങ്ങൾ പുറപ്പെടാറിയിക്കുന്നത് അതിന് അനുഗ്രഹങ്ങളും അവിടെ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നിലപാട് തറകളിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അശ്വതിക്കാവുത്തേങ്ങളിലെ മനോഹരമായിട്ടുള്ള ഭക്തിനിർഭരമായ കാഴ്ചകളാണ് നമ്മൾ കൊടുങ്ങല്ലൂരിൻ്റെ പിന്നണയിൽ നമ്മൾ കാണുന്നത്. പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ കാവുത്തേങ്ങളിൽ വീഴുന്നതാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ അശ്വതി കാവുത്തേണ്ടൽ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അമ്പലത്തിൻ്റെ നട അടയ്ക്കുന്നതാണ്. പിന്നീട് 7 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അമ്പലത്തിൻ്റെ നട തുറക്കുന്നുള്ളൂ. നടയടച്ചതിന് ശേഷം നിരവധി തറവാട് വീടുകളിൽ നിന്നുള്ള കോമരങ്ങളും അവരുടെ വരവും ഈ അമ്പലത്തിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആർത്തട്ടസിച്ചുകൊണ്ട് കോമരങ്ങളും അതിൻ്റെ പരിവാരങ്ങളും ക്ഷേത്രത്തിലേക്ക് അതിവേഗം പാഞ്ഞെടുക്കുന്ന ഒരു രൗദ്രതാളത്തിൻ്റെ ഒരു കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അശ്വതിക്കാവ് നേടി കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ നിന്ന് മടങ്ങുന്ന ഓരോ ഭക്തനും തൻ്റെ എല്ലാ വിഷമങ്ങളും സർവസ്വവും ദേവിയിൽ സമർപ്പിച്ച് അവർ സംതൃപ്തിയോടുകൂടി മടങ്ങുകയാണ്.